എറണാകുളം വൈറ്റിലപ്പാലത്തിൽ വാഹനാപകടം. പാലാരിവട്ടം ഭാഗത്തേക്കുള്ള പാലത്തിലാണ് അപകടമുണ്ടായത്. നിയന്ത്രണം വിട്ട കാർ ഓട്ടോറിക്ഷയിൽ ഇടിക്കുകയായിരുന്നു. അപകടത്തെ തുടർന്ന് വൈറ്റിലിൽ വൻ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്നുണ്ട്. അല്പ നേരം മുമ്പായ ഇത്തരത്തിലുള്ള അപകടം ഈ പറഞ്ഞതുപോലെ പാലാരിവട്ടം ഭാഗത്തേക്ക് പോകുന്ന പാലത്തിലാണ് അപകടമുണ്ടായിരിക്കുന്നത്. നിയന്ത്രണം വിട്ട കാർ ഓട്ടോയിൽ ഇടിച്ചാണ് അപകടമുണ്ടായത്. പൊതുവെ തന്നെ ഓണത്തിരക്കൊക്കെയുള്ള സമയമാണ്. ഇപ്പോൾ അപകടം കൂടി ഉണ്ടായതോടുകൂടി നമ്മൾ ദൃശ്യങ്ങൾ കാണുമ്പോൾ ഓട്ടോ അവിടെ മറിഞ്ഞു കിടപ്പാണ്. ഓട്ടോറിക്ഷയിൽ ആരൊക്കെ ഉണ്ടായിരുന്നു നടക്കുന്ന കാര്യങ്ങൾ വ്യക്തത ഉണ്ടായിട്ടില്ല. അവരുടെ ആരോഗ്യനില സംബന്ധിച്ച് വ്യക്തത വരുന്നതേ ഉള്ളൂ. എന്തായാലും ഇപ്പോൾ നിലവിൽ ഈ തിരക്ക് പിടിച്ച സമയത്ത് റോഡിൽ അപകടം കൂടി ഉണ്ടായതോടെ വലിയ ഗതാഗതക്കുരുക്ക് ഉണ്ടായിട്ടുണ്ട്. അതിപ്പോൾ പരിഹരിച്ചു വരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശ്യാംകുമാർ ചെയ്യുന്നു. ശ്യാം, എന്താണ് സംഭവിച്ചത്? ഓട്ടോയിലൊക്കെ ആളുകൾ ഉണ്ടായിരുന്നോ? ആരോഗ്യനില എങ്ങനെയുണ്ട്? ഈ ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്ന 4 പേർ, അതിലൊരു കുട്ടിയടക്കം 4 പേരുണ്ടായിരുന്നു. അവർക്ക് ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട്. ഇപ്പോൾ മറ്റൊരു വാഹനം എത്തിച്ച് അവരെ ഇവിടെ നിന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അമിത വേഗത്തിലെത്തിയ ഒരു കാറാണ് അപകടം ഉണ്ടാക്കിയത്. ആ കാർ ഇടിച്ചപ്പോൾ ഈ റോഡിന്റെ നടുക്ക് കിടപ്പുണ്ട്. നമ്മളിപ്പോൾ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ ഈ അപകടം ഉണ്ടായപ്പോൾ നമ്മുടെ ഓഫീസിന് തൊട്ടടുത്താണ്. ആ അപകടം ഉണ്ടായി ഉടൻ തന്നെ പോലീസിൽ അറിയിച്ചു. പക്ഷേ പോലീസ് മറ്റൊരു സ്ഥലത്തേക്ക് പോയിരിക്കുകയാണ് എന്നുള്ളതാണ് പറയുന്നത്. ഈ അപകടത്തിൽപ്പെട്ട ആളുകളെ കൊണ്ടുപോകുന്നതിന് വേണ്ടി പോലീസോ മറ്റ് സംവിധാനങ്ങളോ ആദ്യം ഇവിടെ എത്തിയിരുന്നില്ല. ഇവിടെ ഈ വന്ന വാഹനത്തിലുണ്ടായിരുന്ന ആളുകളാണ് ഇറങ്ങുകയും ഇപ്പോൾ ഒരു ഓട്ടോ തടഞ്ഞു നിർത്തിയ ആ അപകടത്തിൽ ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്ന ആളുകളെ വളരെ വേഗത്തിൽ ഇപ്പോൾ ഇവിടെ നിന്ന് കയറ്റി വിടുകയും ചെയ്തത്. അമിത വേഗത്തിലെത്തിയ ഒരു കാർ അത് നിയന്ത്രണം വിട്ടുവന്ന് ഈ ഓട്ടോറിക്ഷയിൽ ഇടിക്കുകയായിരുന്നു. അതിന് പുറകെ വന്ന കാറുകാർ ഉൾപ്പെടെ നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഈ കാർ വളരെ വേഗത്തിലായിരുന്നു എന്നുള്ളതാണ്. ഇടിച്ച് തെറിപ്പിച്ച ആ ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്നവരെ വീഴ്ത്തുകയായിരുന്നു. ആ കാറിന്റെ ഇടിച്ച് പൊളിഞ്ഞ ഭാഗങ്ങളാണ് ഇവിടെ ഇപ്പോൾ ഈ കാണുന്നത്. ആ കാറിന്റെ മുൻവശം കൂടി കാണാം. ആ കാറാണ് ഇപ്പോൾ അപകടത്തിൽപ്പെട്ട ഈ പാലാരിവട്ടം പാലത്തിൽ ഇങ്ങനെ ഈ നടുക്കായിട്ട് കിടക്കുന്നത്. ആ കാറിന്റെ മുൻവശം പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. എയർ ബാഗുകൾ ഉൾപ്പെടെ പുറത്തു വന്ന നിലയിലാണ്. ഈ കാറാണ് അമിത വേഗത്തിൽ എത്തുകയും ഒരു ഓട്ടോറിക്ഷയിൽ സഞ്ചരിച്ച ഒരു സാധാരണ കുടുംബത്തെ ഇടിച്ചു തെറിപ്പിച്ച് അപകടത്തിലാക്കുകയും ചെയ്തത്. അങ്ങോട്ടാണ് ഇപ്പോൾ പോലീസിൽ അറിയിച്ചിട്ട് പോലീസിന് പോലും എത്തിച്ചേരാൻ, ഇതുവരെ പാലാരിവട്ടം പോലീസിന് പോലും എത്തിച്ചേരാൻ സാധിക്കാത്തത്. ഏതായാലും ഈ ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്ന 4 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഈ കാറിന്റെ മുൻവശം കിടക്കുമ്പോൾ തന്നെ അറിയാം എത്ര വേഗത്തിലാണ് ഈ കാർ ഈ ഇത്ര തിരക്കുള്ള ഈ ദിവസം ഇതിലെ ഓടിച്ചു വന്നതെന്നുള്ളത്. ഈ കാറിലുണ്ടായിരുന്ന ആളിനും ഡ്രൈവറിനും ഉൾപ്പെടെ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഓട്ടോറിക്ഷയിൽ ഒരു ചെറിയ കുട്ടിയടക്കം ഉണ്ടായിരുന്നു. ആ കുട്ടിക്കടക്കം ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ഓട്ടോറിക്ഷ പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. കാറിന്റെ മുൻവശം കണ്ടാൽ തന്നെ അറിയാം എത്ര വേഗത്തിലെത്തിയ കാറാണ് അപകടം ഉണ്ടാക്കിയതെന്ന്. ഇപ്പോൾ ഒരു ആംബുലൻസ് ആ പരിസരത്ത് കൂടി വരുന്നുണ്ട്. ഏതായാലും അവരെ ഇപ്പോൾ ഈ പ്രദേശത്തുണ്ടായിരുന്ന ആളുകൾ തന്നെ ചേർന്ന് ആ ആംബുലൻസ് ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്നവരെ മറ്റൊരു ഓട്ടോറിക്ഷയിൽ കയറ്റിയാണ് ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നത്. ആ പ്രദേശത്തേക്ക് ഇപ്പോൾ ഒരു ആംബുലൻസും എത്തിയിട്ടുണ്ട്. ഇന്ന് ഉത്രാട ദിനമായാണ്. അതുകൊണ്ട് തന്നെ വലിയ തിരക്ക് നഗരത്തിലുള്ളപ്പോഴാണ് അമിത വേഗത്തിലെത്തി ഈ കാറ് ഒരു ഓട്ടോറിക്ഷയിൽ ഇടിക്കുകയും ആ ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്ന ആളുകളെ അപകടത്തിൽപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. അവരെയാണ് ഇപ്പോൾ ഇവിടെ നിന്ന് നാട്ടുകാർ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പ്രദേശത്ത് വലിയ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.